അങ്ങനെ തണുപ്പത്ത് മൂടി പൊതിച്ചിരിക്കുന്ന മെഷീൻ്റെ ആ പുതപ്പം നമ്മൾ അങ്ങോട്ട് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇന്ന് നമ്മളിതിൻ്റെ മുകളിലാണ് കേട്ടോ പണിയൊപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ കുറച്ച് നാളായിട്ട് ഇതുപോലെ കീറി പറഞ്ഞിട്ടുള്ളൊരു ബാഗ് ഞാൻ ഇതിൻ്റെ ഉള്ളിൽ അങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. ബാഗൊക്കെ നാശമായതിന് ശേഷം പിള്ളേർ അത് കളിച്ച് കേടാക്കിയിട്ട് വീണ്ടും ഒരു കോലമായിട്ടാണ് എൻ്റെ കയ്യിൽ കിട്ടുന്നത്. പിന്നെ അത് കളയണ നേരത്ത് നോക്കിയപ്പോഴാണ് അതിൻ്റെ മുന്നിലെ ആ മുഖം ഒന്ന് ശ്രദ്ധിച്ചത്. നല്ല ഭംഗിയുണ്ടല്ലോ, നല്ല ക്യൂട്ടായിരിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ കളയാൻ തോന്നിയില്ല, കൊണ്ടുപോയി നന്നായി അലക്കി എടുത്തിട്ട് ഉണക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ തീരെ കേടാവാത്ത പോർഷൻസ് മാത്രം നമ്മളൊന്ന് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ സൈസ് കുറച്ച് വലിപ്പമുള്ളതായിരുന്നു. അതിൻ്റെ ആ മോൾ ഭാഗമൊക്കെ കീറിപ്പോയി, ഉള്ളിലത്തെ ചില കവറുകളൊക്കെ നാശമായിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കീറിക്കളഞ്ഞിട്ട് ഉള്ള സാമഗ്രികൾ നമ്മൾ ചേർത്ത് വെച്ചിട്ട് ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു ആക്സസറീസ് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ബാഗ് ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രമത്തിലാണ് കേട്ടോ. അപ്പോൾ ആ കിട്ടിയ ഉള്ളിലത്തെ ആ ഒരു സോഫ്റ്റ് പോലത്തെ വൈറ്റ് കവർ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മെഷീനിൽ ഞാൻ വിചാരിച്ച പോലെ തയ്ച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒരുപാട് വില കൊടുത്ത് വാങ്ങിയതല്ലെങ്കിലും ഒരുപാട് പ്രിയപ്പെട്ട ഒരു ബാഗായിരുന്നു കേട്ടോ അത് മോൾക്ക്. അപ്പോൾ അതങ്ങനെ വിട്ട് കളയാൻ അവൾക്ക് മനസ്സ് വന്നില്ല. എന്നാൽ പിന്നെ നല്ല ഭംഗിയാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാനിതാ ഒരു സിബും കൂടി ഉണ്ടായിരുന്നു, ആ 2 സിബുകളും കൂടി ചേർത്ത് വെച്ചിട്ട് 2 കള്ളിയുള്ള രീതിയിൽ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ സിബ് ഇത് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത് കുറച്ച് ശ്രമമാണ്, കാരണം ഇത് ഡബിൾ മെഷീനൊന്നുമല്ല. അപ്പോൾ പെട്ടെന്ന് ചിലപ്പോൾ സൂചി പൊട്ടിക്കുവാനൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനിതാ നല്ല ശ്രദ്ധിച്ചിട്ട് സിബും കൂടി കറക്റ്റ് ചെയ്ത് കൊടുത്തു. അപ്പോൾ നല്ല വിചാരിച്ച പോലെ നല്ല സൂപ്പറായിട്ടുള്ള 2 കള്ളിയുള്ളൊരു ബാഗ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ഇഷ്ടപ്പെടുക എന്നുള്ള കാര്യത്തിൽ യാതൊരു ഡൗട്ടും ഇല്ല. സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ ഇതങ്ങോട്ട് കയ്യിൽ കൊടുക്കുമ്പോൾ ഒരുപാട് സന്തോഷമായിരിക്കും. അപ്പോൾ നമ്മൾ ആ ഒരു പ്രതീക്ഷ വെച്ചിട്ടാണ് കേട്ടോ ഉച്ച നേരത്തെ ഇതിരുന്ന് തയ്ച്ചുണ്ടാക്കിയത്. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങൾക്കും ഇതുപോലത്തെ എല്ലാ ഐഡിയകളൊക്കെ തോന്നിക്കഴിഞ്ഞാൽ ഉടനടി ചെയ്യാൻ മറക്കരുത്. നമുക്ക് ആ ഒരു സന്തോഷം വളരെ പ്രിയപ്പെട്ടതല്ലേ. അപ്പോൾ ഒരാളെയും സന്തോഷിപ്പിക്കാൻ കഴിഞ്ഞാൽ അത് വലിയ കാര്യമില്ല. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.